ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് ഡോക്ടർ അനന്തുവാണ്. കുറച്ച് നാളായിട്ട് നിങ്ങളിൽ പലരും ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഒന്ന് റിപ്പീറ്റേഴ്സ് ചോദിക്കുന്നുണ്ട്, സാർ ഞങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കുമോ? ഒന്ന് മനസ്സ് തുറന്ന് ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് സംസാരിക്കുമെന്ന് റിപ്പീറ്റേഴ്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ റിപ്പീറ്റേഴ്സ് ചോദിക്കുന്നുണ്ട്, സാർ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്, റിപ്പീറ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരു ഹോണസ്റ്റ് ടോക്ക് ഫ്രം ദി ഹാർട്ട്, നമുക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും ഒന്ന് സംസാരിച്ച് നമ്മളിന്ന് ഫിക്സ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. മക്കൾ, ഒറ്റ പോയിന്റിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്നത്. വേറെ ആർക്കുമില്ലാത്തൊരു ബെസ്റ്റ് കാര്യം ആ ഒരു എക്സാമിന് പോകുന്ന നിങ്ങൾക്കുള്ളതെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ആ എക്സാമിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. കാര്യം നിങ്ങളിൽ പലരും അത് പ്ലാൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ള ആ എക്സാമിന് പോയിട്ടുള്ളത്. അപ്പൊ ആ എക്സാം എത്രത്തോളം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അതിന് പ്ലാൻ ചെയ്താലാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരേ ഒരു സെറ്റ് ഓഫ് ആളുകൾ അടുത്ത വർഷം ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മാത്രമാണ്. അപ്പൊ ആ ഗെയിം പ്ലാൻ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നിങ്ങളാണ്. മെയിൻലി അതിന്റെ എക്സാം പാറ്റേൺ ആയിക്കോട്ടെ. രണ്ട്, ഇപ്പൊ റിപ്പീറ്റേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ബേസിക്കലി നിങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുത്താൻ പോകുന്നതെന്ന്. നിങ്ങൾ ഒന്നിരുന്നിട്ട് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞൊരു വർഷത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരിക എന്നുള്ളത്. ആ മിസ്റ്റേക്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അവോയ്ഡ് ചെയ്ത ചിലപ്പോൾ NCERT ആയിരിക്കാം. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് സൈലം ഇത്തവണ NCERT ക്രാക്കർ നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളത്. ഓരോ പേജിൽ NCERT എന്ത് വരാമെന്നുള്ളതും ഏത് മാക്സിമം ലെവലിൽ വരാമെന്നുള്ളതും കൃത്യമായി സ്ട്രക്ചർ ചെയ്ത് തന്നിട്ടുള്ളത്. അത് നമ്മൾ സോൾവ് ചെയ്യും. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക്ലോഗ്സും പ്രൊക്കാസ്റ്റിനേഷനും കൊണ്ടുണ്ടായ പല പ്രശ്നമാണ്. നാളെ നീലെ എന്ന് പറഞ്ഞ് നിങ്ങൾ അവോയ്ഡ് ചെയ്ത പല മന്ത്സും പല ഡേയ്സും അതായിരുന്നു നിങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് ഇത്തവണ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പ്രാവശ്യം കിട്ടാത്ത കൊണ്ടുള്ള ഇൻസൾട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയില്ല. അത് നിങ്ങളുടെ കയ്യിലുള്ള ആ എക്സ്പീരിയൻസ് ആണ്. കാര്യം നിങ്ങൾക്ക് മാത്രമേ ആ എക്സാമിനെ കുറിച്ച് അടുത്തവണ എഴുതാൻ പോകുന്നല്ലേ 1,00,000 പേര് 1,50,000 പേര് കേരളത്തിൽ നിന്നിരിക്കട്ടെ, അതിൽ നിങ്ങൾക്കാണല്ലേ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നൊരു 20,000 പേരായിരിക്കാം. ആ 20,000 പേർക്കാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ളത്. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് നിങ്ങൾക്ക് മാത്രമാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, 1 ഇയർ വേസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം. അപ്പോഴാണ് എനിക്ക് അതിൽ ഒറ്റ കാര്യമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ മക്കളെ. നിങ്ങൾ അതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 35 കൊല്ലത്തെ കരിയർ നിങ്ങൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇതുകൊണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഇടുന്ന 1 ഇയർ അഥവാ 365 ദിവസം എന്ന് പറയുന്നത് സത്യത്തിൽ അത് കമ്പയറബിൾ അല്ലേ. 1 ഇയർ വേഴ്സസ് 35 ഇയേഴ്സ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. കാര്യം 35 കൊല്ലം നിങ്ങൾ സ്വപ്നം കണ്ട, ഡ്രീം ചെയ്ത, നിങ്ങൾക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കരിയറാണ്. അത് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾക്കുള്ള ഈ എക്സ്പീരിയൻസും ഒക്കെ മിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ആ 35 വർഷ കരിയർ നിങ്ങൾ സ്വപ്നം കണ്ടത് തന്നെ എത്തിപ്പെടുക എന്നുള്ളതിന് വേണ്ടി നിങ്ങൾ ഈ എടുക്കുന്ന 1 ഇയർ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല മക്കളെ. ആ 1 ഇയർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിലൊക്കെ പറയുന്നുണ്ട് 2,50,000 പേരോളമാണ് ഇത് ഈ ഒരു എടുത്ത് പഠിച്ചത്. അവരിലൊരു 40% സമയം, പഠിക്കുന്ന സമയമായിക്കോട്ടെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയമായിക്കോട്ടെ, ഡേ ഡ്രീമിങ്ങിലാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങളൊരു 8 മണിക്കൂർ പഠിക്കാന്നിരിക്കട്ടെ, അതിൽ എത്ര സമയം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കുന്നു? പരീക്ഷയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാകാം, വേറെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാകാം. നിങ്ങൾ ഒരു ശ്രദ്ധയും ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ഒന്ന് വായിച്ചൊരു സാധനം മനസ്സിലാക്കി അപ്പം തന്നെ പോകും വേറെ സ്ഥലത്തേക്കും, വേറൊരു ലോകത്തേക്ക്, വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. കണ്ണ് തുറന്നിരുന്ന് ഏതൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണ്, അറ്റൻഷൻ കിട്ടുന്നില്ല. അത് ആക്ച്വൽ പഠനമാണ്, സയൻസ് തന്നെ മെജോറിറ്റി ആളുകൾക്കുള്ള പ്രശ്നമാണ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ഒരു വർഷം വേസ്റ്റ് ചെയ്തല്ല, ഒരു വർഷം പഠിച്ചു എന്ന് പറയുന്നു. ആ ഒരു വർഷത്തിൽ എത്ര മാസമായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകുക? ഒരു ദിവസത്തിൽ ഈ പറയുന്ന 40% അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷത്തിന്റെയും മെജോറിറ്റി സമയം അങ്ങനെ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു പീക്ക് ടൈമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നതെന്നും ആ മിസ്റ്റേക്സ് തിരിച്ചറിഞ്ഞിട്ട് അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു വർഷമാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതെന്ന് ഫിക്സ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോകുക. ആൻഡ് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് മക്കളെ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിന്റെ സയൻസ് പറയുന്ന അനുസരിച്ച് ഈ ലണ്ടനിലൊക്കെ ഈ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്, അവരുടെ ബ്രെയിൻ നിങ്ങൾ
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടനിലെ ടാക്സി ഡ്രൈവർ അവിടെ ടാക്സി ഡ്രൈവർ ആകണമെങ്കിൽ അവിടുത്തെ റോഡുകളൊക്കെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ പോരാ, കൃത്യമായി പഠിക്കണം. അപ്പോൾ അത്ര എഫേർട്ട് എടുത്താൽ മാത്രമേ അവിടെ ടാക്സി ഡ്രൈവർ ആവാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് പറയുന്ന പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ ഒരാൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവനൊരു പ്ലാൻ ഉണ്ടാകും, സ്ട്രാറ്റജി ഉണ്ടാകും, കൃത്യമായ ടൈം ലൈൻ ഉണ്ടാകും, അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഹ്യൂജ് ചേഞ്ച് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ലൈഫിൽ എവിടെ പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിലൊരു സംശയവുമില്ല. അപ്പം വേസ്റ്റ് ചെയ്തു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ് മനസ്സിലാക്കി, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിന്റെ എൻഡിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല കൃത്യമായി. പക്ഷെ അതൊരു എൻഡ്, ആ എൻഡിലേക്ക് നിങ്ങൾ കൃത്യമായി എത്തില്ല എന്ന് പറഞ്ഞാൽ അത് എൻഡാണോ? അല്ല, ഇറ്റ്സ് നോട്ട് ദി എൻഡ്. ഇനിയും എന്തുണ്ട്, അവിടെ നമ്മൾ തുടങ്ങുകയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിടത്തേക്ക് എത്തുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിയാലും അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സംശയവും എനിക്ക് അതിലില്ല. അപ്പോൾ 1 ഇയർ വേസ്റ്റർ എന്ന് നിങ്ങൾ പറയരുത് മക്കളെ. അവിടുത്തെ മിസ്റ്റേക്സും മനസ്സിലാക്കിയത് തിരുത്തിക്കൊണ്ട് ആ എക്സ്പീരിയൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇനി എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് പലരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എക്സാം നീറ്റ് ഡിഫിക്കൽട്ട് ആയി പോയല്ലോ സാറേ, അപ്പോൾ എനിക്ക് പറ്റുമോ ഇനി എന്നുള്ളത്. ഈ ഒരു ഗ്രാഫേ ഞാൻ പറയുള്ളൂ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അതിൽ എഫേർട്ട് ഇടുന്ന ആളുകളെ നമ്മൾ ഇങ്ങനെ അങ്ങ് വരച്ച് കഴിഞ്ഞാൽ, മൊത്തം ആൾ മീൻസ് മാർക്ക് അനുസരിച്ച് വരച്ച് കഴിഞ്ഞാൽ എപ്പോഴും എടുക്കുക ടോപ്പ് ലെയർ ഉള്ള ആളുകളെയാണ്. കാര്യം അവരാണ് അത്രയും എഫേർട്ട് ഇട്ട് ആ സ്കോറിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പ് ലെയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുന്ന് പിക്ക് ചെയ്യുന്നത്. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ടോപ്പ് ലെയറിൽ എത്തിയ ആളുകൾ, ഫോർ എക്സാമ്പിൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ റേഞ്ചിൽ ഒരു 650 തൊട്ട് 720 വരെ ആയിരിക്കും ഈ ടോപ്പ് ലെയർ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത ആളുകളുടെ എണ്ണം ഒരു 50,000 വന്നിരുന്നോട്ടെ കഴിഞ്ഞ പ്രാവശ്യം. ഇത്തവണ ആ മാർക്ക് റേഞ്ച് താഴേക്ക് താഴും. അപ്പോൾ ഇവിടെ വരിക എന്തായിരിക്കും, ഇവിടെ വരാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 തൊട്ട് ഈ പറയുന്ന പോലെ 720 വരെ വരുന്ന ആളുകളാണ്. 720 വരെ എത്തില്ല, ഒരു 660 650 ഒക്കെ ആയിരിക്കും ടോപ്പ് വരിക. അപ്പം നിങ്ങൾ നോക്കി, നേരത്തെ ഈ പറയുന്ന എൻറ്റയർ ഇയർ യൂട്ടിലൈസ് ചെയ്തിട്ട് മിസ്റ്റേക്സ് ഒന്നുമില്ലാതെ പെർഫോം ചെയ്ത് ടോപ്പ് ലെയറിൽ വന്ന ആളുകൾ സെലക്ട് ചെയ്യപ്പെട്ടു. അതുപോലെ ഈ വർഷവും എക്സാം ഡിഫിക്കൽട്ട് ആയപ്പോഴത്തേക്കും അപ്പോഴും ടോപ്പ് ലെയർ വന്ന ആളുകളെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം ഇത് രണ്ടിൽ ഏത് ഗ്രാഫ് ആയാലും നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്താണ്, ടോപ്പ് ലെയറിൽ എത്തുക എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന കാര്യമാണ്, ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ തവണ സൈലത്തിൽ എഫേർട്ട് ഇട്ട് എല്ലാ കുട്ടികളും MBBS ആകും, അതിലൊരു സംശയമില്ല. പക്ഷെ അവർ 650 മാർക്ക് മേടിച്ചിട്ടല്ല MBBS ആകുക, 80 മാർക്ക് മേടിച്ചിട്ടല്ല, അവർ 580 മാർക്ക് മേടിച്ചിട്ടായിരിക്കും എക്സ്പീരിയൻസ് മീൻസ് അവരുടെ ഒരു എഫേർട്ട് വെച്ചിട്ട് അവർ എന്ത് ചെയ്യുക, MBBS ആകുന്നുള്ളൂ. അപ്പം എക്സാം ഡിഫിക്കൽട്ട് ആയാൽ ഇതൊരു റിലേറ്റീവ് റാങ്കിങ് ആണ് എടുക്കുന്നത്. നിങ്ങൾ ടോപ്പ് ലെയറിൽ വരുന്നുണ്ടോ എന്ന് മാത്രമാണ്, അല്ലാതെ എക്സാം ഡിഫിക്കൽട്ട് ആകുമ്പോഴത്തേക്കും എനിക്ക് എഴുതാൻ പറ്റൂല എന്നുള്ളതല്ല. എക്സാം ഡിഫിക്കൽട്ട് ആകുമ്പോൾ നിങ്ങൾ മേടിക്കുന്ന മാർക്കും അത്രയും കുറച്ച് മതി. അതിൽ എക്സാം ഡിഫിക്കൽട്ട് ആകുമ്പോൾ പല ചോദ്യങ്ങളും ടീച്ചേഴ്സിന് പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും എക്സാം അല്ല ടെൻഷനും പ്രഷറിലും. കാമായിട്ട് വായിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അവർ ആക്ച്വലി അത് നിങ്ങൾ എഴുതണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ടോപ്പ് ലെയറിലേക്ക് എത്തുക എന്നുള്ള മാത്രമാണ്, അത് നിങ്ങൾക്ക് എഫേർട്ട് ഇട്ടാൽ കിട്ടും. അപ്പം നിങ്ങൾ ആരും പറയരുത് എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ആണ് എനിക്ക് കിട്ടാഞ്ഞെന്ന് പറയരുത്. അതുകൊണ്ടല്ല, നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സുകളാണ് നിങ്ങളെ ആ ടോപ്പ് ലെയറിലേക്ക് എത്തിക്കാത്തത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു സംശയവും എനിക്ക് ഇല്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒന്നേ നിങ്ങളോട് അവസാനമായി പറയാനുള്ളൂ, നിങ്ങൾ ഇനി തുടങ്ങുകയാണ്. നിങ്ങൾ ഏത് തരം ഏർലി ബേർഡ് ആവണം എന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. നീറ്റ് എക്സാം തുടങ്ങിയാൽ ആദ്യത്തെ 30 മിനിറ്റിൽ അറിയാം ആരാണ് ഇതിനകത്ത് പരാജയപ്പെടുക, ആരാണ് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 60% ആളുകളെങ്കിലും ആദ്യത്തെ 30 മിനിറ്റിൽ ആ എക്സാമിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകും. ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ എലിമിനേറ്റ് ആകും. അങ്ങനത്തെ ഒരു ഏർലി ബേർഡ് ആവണോ 30 മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കുന്നത്? അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഏറ്റവും അവസാനം പഠിക്കുന്ന, ലാസ്റ്റ് ഒരു മാസം മാത്രം തലകുത്തി കിടന്ന് പഠിക്കുന്ന, ഇനി പഠിച്ചാലും നീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന, ലാസ്റ്റ് കമന്റ് ഇടുന്ന, ലാസ്റ്റ് പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. അവർ ഏർലി ബേർഡ് ആണ്. ഏതാണ്? ഈ 30 മിനിറ്റിൽ അവരെന്ത് ചെയ്യും? പരിപാടി തീർക്കും. എന്നാൽ ഇപ്പോഴേ തുടങ്ങി, കൃത്യമായി എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പിച്ച് ഇപ്പോഴേ തുടങ്ങി അതേ ഫുൾ എനർജിയിൽ ഈ വർഷം മൊത്തം അല്ല, ഒരു ഡേ ഡ്രീമിംഗ് നടത്താതെ, ഒരു തരത്തിലുള്ള ഡീവിയേഷൻസും വരുത്താതെ, ഒരു മിസ്റ്റേക്സും ഉണ്ടാക്കാതെ, കൃത്യമായി സൈലം തരുന്ന DPP ആയിക്കോട്ടെ, NCERT ആയിക്കോട്ടെ, പ്ലാൻ ആയിക്കോട്ടെ ഫോളോ ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും നടത്തി ഭംഗിയിൽ പോയി മുമ്പോട്ട് പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ആദ്യം തുടങ്ങുന്ന ഏർലി ബേർഡായി മാറി ആ എക്സാമും എഴുതി തകർത്തിട്ട് അവസാനത്തെ 30 മിനിറ്റിൽ അല്ലെ, ആദ്യത്തെ 30 മിനിറ്റിലല്ല, അവസാനത്തെ 30 മിനിറ്റിൽ ഫുൾ എനർജിയിൽ എല്ലാം തീർത്ത് സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഫിനിഷ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സെറ്റ് ഓഫ് ഏർലി ബേർഡ്സ് ആയിട്ട് മാറണം. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട മക്കളെ. സൈലത്തിന്റെ ക്ലാസ്സുകൾ എന്താണ്? ഫുൾ സ്വിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വരുന്ന ബുധനാഴ്ച നമ്മൾ അടുത്ത ബാച്ച് തുടങ്ങി നമ്മൾ മുമ്പോട്ട് പോകുകയാണ്. ആൻഡ് ഫിനിക്സ് ബാച്ച് നമ്മൾ ഇത്തവണ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പറയുന്ന
ആർക്ക് വേണ്ടി? റിപ്പീറ്റേഴ്സിന് വേണ്ടി. ഫിനിക്സ് ബാച്ചിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത്തവണത്തെ ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുകയാണ്. അപ്പൊ നമ്മൾ ജൂൺ 11 സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫിനിക്സ് ബാച്ചും ആൻഡ് നമ്മുടെ അടുത്ത വീര ബാച്ചും ആൻഡ് നമ്മുടെ ഈ പറയുന്ന ഓൺലൈൻ ഫിനിക്സും. നമ്മൾ ഈ ഒരു ഡേറ്റിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്? നമ്മുടെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് നമ്മൾ ജൂൺ 11 തൊട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി നിങ്ങളെ ചെയ്യിച്ചിട്ട് എന്താണെന്ന് മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നതെന്നുള്ള ഒരു അനാലിസിസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസ്സുകളിലേക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം ജൂൺ 11 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫിനിക്സ് പ്ലാൻ ചെയ്യാം. ഫിനിക്സിൽ ഇത്തവണയുള്ള ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം DPP അല്ലെ, നമ്മുടെ 3.0 DPPക്ക് അകത്ത് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. ഈ രണ്ട് സെറ്റും, അതായത് ലെവൽ 1 ആയിക്കോട്ടെ ലെവൽ 2 ആയിക്കോട്ടെ, ഇത് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യും. കൂടാണ്ട് NCERT ക്രാക്കറും നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരും. വളരെ വേഗത്തിൽ നമ്മൾ പോകുന്ന ഒരു ബാച്ചാണ് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. മാത്രവുമല്ല ഫിനിക്സ് ബാച്ചിനെ കുറിച്ച് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ വീക്കിലിയും നീറ്റ് എക്സാമിനേഷൻ ഉണ്ടാകും. കറക്റ്റ് ആക്ച്വൽ നീറ്റ് മോഡൽ 720 720 ഔട്ട് ഓഫ് അല്ലെ 720 വരുന്ന പ്രീ നീറ്റ് എക്സാമിനേഷൻ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറയുകയാണ് എല്ലാ വീക്കിലിയും ഉണ്ടാകും. ഡെയിലി എക്സാംസ് ഒന്നും കൂടാണ്ട് തന്നെ എല്ലാ വീക്കിലിയും പ്രീ നീറ്റ് എക്സാംസ് ഉണ്ടാകും. ആക്ച്വൽ NCERT ബേസ് ചെയ്തിട്ടുള്ള പ്രീ നീറ്റ് എക്സാമിനേഷൻ. അതിനെ പ്രീ നീറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ NCERT മോഡൽ എക്സാം എന്നും പറയാം. അപ്പൊ NCERT മോഡൽ എക്സാം എവറി വീക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. മക്കളെ, ഫിനിക്സ് ബാച്ചിലുള്ള മെജോറിറ്റി ആളുകളും ഇന്ന് ഡോക്ടേഴ്സാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചായിക്കോട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തിൽ പഠിച്ചായിക്കോട്ടെ. ഫിനിക്സ് ബാച്ച് നമ്മൾ 2 വർഷമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് ബാച്ചിൽ പഠിച്ച എല്ലാവരും MBBS ആയിട്ടുണ്ട്. കാര്യം അത്ര എഫേർട്ട് ഇടുന്നവരാണ്. വീര ബാച്ചിൽ നിന്നുമുള്ളവരും എല്ലാം ഉണ്ട്. ഇപ്പൊ സൈലത്തിന് 1 ഓഫ് ദി ടോപ്പർ വീര ബാച്ചാണ്, ഓൺലൈനിൽ നിന്നും 1 ഓഫ് ദി ടോപ്പർ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഫിനിക്സ് ബാച്ചിലേക്ക് വരുന്ന നിങ്ങൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി തരാനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ബാച്ചാണ് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റും. നമ്മൾ ജൂൺ 11 ആദ്യ ബാച്ചാണ്. അടുത്ത ബാച്ച് ആഫ്റ്റർ നീറ്റ് റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ആഫ്റ്റർ നീറ്റ് റിസൾട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ബാച്ചുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ഏർലി ബേർഡ് ആകാൻ വേണ്ടി ട്രൈ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. അതിലൊരു സംശയവും വേണ്ട. എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം 6009-100-300 എന്ന നമ്പറിൽ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോടാ മക്കളെ. ഒരു സംശയവും വേണ്ട. തകർക്കുക, അടിപൊളിയാക്കുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.